ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലും തോറ്റതിന്റെ ചുരുക്ക് കാണിക്കുകയാണെന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി ടോപ്പ് ഹെഡ്സ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കണ്ണൂർ ആറളത്ത് ഇടിമിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തൃശൂർ ചാലക്കുടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലും മൂവാറ്റുപുഴയിൽ 8 വീടുകളിലും വെള്ളം കയറി. വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞു. കോഴിക്കോട് ചാലിയാറിൽ നങ്കൂരമിട്ട 10-ലധികം ഫൈബർ വള്ളങ്ങൾ കടലിലേക്ക് ഒഴുകി. തൃശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു മാറിയ യുവാവിന് ദാരുണാന്ത്യം. റോഡിൽ വീണ യുവാവിന്റെ ദേഹത്ത് കൂടി ബസ് കയറിയിറങ്ങി. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. അമ്മ പത്മിനി പരിക്കുകളോടെ ചികിത്സയിൽ. അപകടസ്ഥലത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം. റോഡിലെ കുഴി അടക്കാത്തത് കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന് കൗൺസിലർമാർ. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. വർഗീയത തീവ്രശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചതെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ MP ഗോവിന്ദൻ മാസ്റ്റർ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടി. ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണം. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDF-നെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. മലപ്പുറം മുണ്ടേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിച്ചു. ബില്ലിയെ കാട്ടാന ആക്രമിച്ചത് ഇന്നലെ മുണ്ടേരി ഫാമിനുള്ളിൽ വെച്ച്. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരി പിടികൂടി. ഭക്ഷിച്ച പുലി പിടിയിൽ. പുലി കുടുങ്ങിയത് കുട്ടിയുടെ വീടിന് സമീപം വെച്ച കൂട്ടിൽ. ചുരുളി സിനിമയ്ക്ക് പ്രതിഫലം നൽകിയില്ലെന്ന നടൻ ജോജു ജോർജിന്റെ ആരോപണം തള്ളി സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ജോജുവിന് നൽകിയ പ്രതിഫലത്തിന്റെ കണക്ക് പുറത്തുവിട്ട സംവിധായകൻ സിനിമയിലെ ഭാഷയെക്കുറിച്ച് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി. PV അൻവറിന്റെ UDF പ്രവേശനം വൈകും. അൻവറിനെ UDF-ന്റെ ഭാഗമാകുന്നതിനോട് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ്. അൻവർ UDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പില്ലെന്ന് നേതാക്കൾ. ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല അടക്കമുള്ളവരുമായി ഡ്രാഗൺ പേടകം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. ഡോക്കിംഗ് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-ന്. സംഘം നിലയത്തിൽ തുടരുക 14 ദിവസം. വാർത്തകളിലേക്കാണ്.